ഹലോ. അപ്പം നമ്മൾ ഫൈനലി ഇത് മധുരയിലെത്തിയേക്കാണ്. അപ്പം നമ്മുടെ ജേർണി തുടങ്ങിയത് രാമേശ്വരം, അത് കഴിഞ്ഞ് നമ്മൾ ധനുഷ്കോടി പോയി, പിന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വീട് പോയി കണ്ടു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഡയറക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് മധുരയ്ക്കാണ്. അപ്പോൾ ഇന്നൊരു നൈറ്റ് ആകുമ്പോഴേക്കും അവിടെ എത്തും എന്നുള്ള രീതിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരുപാട് ദൂരമായി നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഫാമിലിക്ക് കയറാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് നെയിം വന്നിട്ട് GDR എന്നാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് പേര്. പക്ഷേ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് സ്പേഷ്യസ് ആണ്. പിന്നെ അതേപോലെ ഇവിടെ ഇല്ലാത്ത ഡിഷസ് ഒന്നുമില്ല, ഒരുപാട് ഡിഷസും കാര്യങ്ങളും നോർത്ത് ഇന്ത്യൻ ആയാലും സൗത്ത് ഇന്ത്യൻ ഡിഷസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കുറേ ഐറ്റംസ് നമ്മൾ കണ്ടപ്പോൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തു. താലി ഓർഡർ ചെയ്തു, പാവ് ബജി ഓർഡർ ചെയ്തു, ചാട്സ് ഓർഡർ ചെയ്തു, മൊമോസ്, അങ്ങനെ പല ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്ത് എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 3.5 hours ആണ് നമ്മുടെ ഈ ഒരു ജേർണി രാമേശ്വരം ടു മധുരൈ വരിക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇന്ന് ഹോട്ടലിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. എന്നിട്ട് ഇന്ന് ഫ്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ ആയിരിക്കും കേട്ടോ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഹോട്ടലിൽ ഓൺലൈൻ നോക്കിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ അവിടെ പോയി തപ്പി പിടിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫുള്ളായിരിക്കും, ചിലപ്പോൾ അവർ നല്ല റേറ്റ് പറയും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നേരത്തെ നോക്കി ബുക്ക് ചെയ്യുകയാണെങ്കിൽ സേഫ് ആണല്ലോ. അപ്പോൾ നമ്മൾ അന്നപൂർണ്ണ റെസിഡൻസിയിലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അഫോർഡബിൾ പ്രൈസിങ്ങും ആയിരുന്നു. എന്നാൽ പിന്നെ ഡിസ്റ്റൻസും കുറവായിരുന്നു. ലൈക്ക് ടെമ്പിളിലേക്ക് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ, മീനാക്ഷി ടെമ്പിളിലേക്ക് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 റൂം. അപ്പോൾ ഇവിടുത്തെ പിന്നെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നൈറ്റ് ട്രാവൽ ചെയ്യാനായാലും നമുക്ക് സുഖമാണ്. കാരണം സ്ട്രീറ്റിൽ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് പിന്നെ സ്ട്രീറ്റ് കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്, ഒരു വാം ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, ഒരു നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിവിടെ എത്തിയപ്പോൾ കുഞ്ഞു കുഞ്ഞു റോഡ്സ് അല്ല, അപ്പോൾ കുറേ അങ്ങോട്ട് ഇവിടെയൊക്കെ വഴി തെറ്റി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിവിടെ എത്താറായതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 4 hours അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇടയിൽ നിർത്തുകയൊക്കെ ചെയ്തിട്ട് വന്നുകൊണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടൽ അന്നപൂർണ്ണ റെസിഡൻസി. നമ്മളിവിടെ എത്തി. അപ്പോൾ നമുക്ക് ആക്ച്വലി മുകളിലായിരുന്നു റൂം. അപ്പോൾ നമ്മൾ താഴെ ഒരു റൂം വേണമെന്ന് പറഞ്ഞിട്ട് അമ്മമ്മയ്ക്ക് അച്ഛനും താഴെ ഒരു റൂം അവർ സെറ്റാക്കി തന്നു കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ റെഡി ആയിട്ടുണ്ട് ടെമ്പിളിൽ പോകാനായിട്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഓട്ടോ, അതേപോലെ മുല്ലപ്പൂ വിൽക്കാനായിട്ടുള്ള ചേച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മുല്ലപ്പൂ ഒരു 30 രൂപ ഒരു മുഴത്തിന് വാങ്ങുന്നൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും അക്കും അമ്മയും കൂടി വാങ്ങി കേട്ടോ. ഞങ്ങൾ ഉണ്ട മുല്ലപ്പൂ കേട്ടോ. ഞാനും അക്കും അത് കണ്ടപ്പോൾ ഭംഗി തോന്നിയപ്പോൾ അതാ വാങ്ങിയത്. അമ്മ മറ്റേ സാധാ മുല്ലപ്പൂ വാങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ ടെമ്പിളിൻ്റെ ഫസ്റ്റ് വ്യൂ കാണുമ്പോൾ തന്നെ അവിടെ ഒരു അപ്പൂപ്പൻ നിന്നിട്ട് ഇങ്ങനെ മുറ്റൊക്കെ അടിച്ച് വരുന്നുണ്ട്. നമ്മൾ തമിഴ് മൂവീസിലൊക്കെ കാണൂലേ, അപ്പോൾ ആ ഒരു വൈബായിരുന്നു കേട്ടോ. ആളിങ്ങനെ മുറ്റൊക്കെ അടിച്ച് വരുന്നത് കണ്ടപ്പോൾ പിന്നെ ഡയറക്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ എന്താ പറയുക, നമുക്കിങ്ങനെ വാവ് തോന്നുക. ആ ഒരു സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുള്ളതല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ, എന്ത് രസം, അതിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് തോന്നും. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ള സൗത്ത് ടവറിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ മധുര മീനാക്ഷി ടെമ്പിളിന് ആക്ച്വലി 4 സൈഡ്സിലും എൻട്രി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴിയാണ്, സൗത്ത് വഴിയാണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നോർത്ത് സൈഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി സാരീസിൻ്റെ കളക്ഷൻസും ഷോപ്സൊക്കെ ഒരുപാട് നോർത്ത് സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സാരീസൊക്കെ നോക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ആ സൈഡിൽ കൂടെ വന്നിട്ട് എൻട്രി ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ മുല്ലപ്പൂ വാങ്ങിയത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആയതുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലാണ് ഈ സ്ലൈഡും ഒക്കെ നമ്മൾ വാങ്ങാനായിട്ട് മറന്നു ആ ചേച്ചിയുടെ നിന്ന്. അപ്പോൾ അമ്മ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ച് തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുൾ, എന്താ പറയുക, ഇവിടെ ഒരു പ്രത്യേക വൈബാട്ടോ. എത്ര വിശ്വാസമില്ലാത്ത ആൾക്കാരായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മെൻ്റൽ പീസ് എന്നൊക്കെ പറയില്ല, അതൊക്കെ കിട്ടുന്നൊരു ടെമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. ലൈക്ക് അതിൻ്റെ ഉള്ളിൽ പോയാലും എന്താ പറയുക, ഉള്ളിൽ പോണേക്കാളും മുന്നേ തന്നെ നമുക്ക് പുറത്തുള്ള ഫെസിലിറ്റീസ്, ലൈക്ക് ചപ്പൽ വയ്ക്കാനായാലും പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺസ് വയ്ക്കാനായിട്ടടക്കം നല്ല ഫെസിലിറ്റിയും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളവിടെ വെച്ചതിന് ശേഷം ഉള്ളിൽ കയറിയപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിക്കും തിരക്കൊന്നുമില്ല. തിരക്കുണ്ട്, പക്ഷെ അവരൊരിക്കലും തിക്കുന്നില്ല. ലൈക്ക് അവരെല്ലാവരോടും എന്താ പറയുക, നമ്മൾ നിന്ന് കണ്ടതിന് ശേഷം സാവധാനം പോയാൽ മതി എന്ന് പറയാം. എത്ര തിരക്കുള്ളപ്പോഴും അവരങ്ങനെ പറഞ്ഞ് നമ്മൾ നല്ല രീതിക്ക് കണ്ടിട്ട് പോകണം എന്നുള്ള രീതിക്ക് ആയിരുന്നു കേട്ടോ അവരുടെ ആ ഒരു നമ്മളോടുള്ള ആ ഒരു ഇത് എന്താണെന്നാ പറയുക, അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ലൈക്ക് നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അവിടെ അടുത്തുള്ള ഒരു കടയിൽ തന്നെ പോയി. അപ്പോൾ കുറേ ദിവസമായിട്ട് ഫുൾ ദോശയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ദോശയൊക്കെ കഴിച്ച് തിരിച്ച് ഹോട്ടലിൽ പോവാണ്. നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം, 12 മണിയാണല്ലോ ചെക്ക് ഔട്ട് ടൈം.
അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ടൈം ആയിട്ടുണ്ടെങ്കിൽ പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോകണം. ബിക്കോസ് നാളെ നമുക്ക് അക്കുവിന് അരങ്ങേറ്റുണ്ട്. അപ്പോൾ ഇന്ന് നാട്ടിലെത്താൻ ഉള്ള ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ റൂമിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി, പലതും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്ലിപ്സൊക്കെ വെച്ച് ജസ്റ്റ് ഒരു മെമ്മറി ആയിട്ട് ഉണ്ടാക്കിയ ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജേർണി എന്താ പറയുക ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടെമ്പിൾ, എനിക്ക് ഇതുവരെ എത്ര ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ടും ഈ ഒരു ടെമ്പിളിന് ഒരു പ്രത്യേക ഒരു വൈബാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ടെമ്പിളാട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ബട്ട് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് മധുര മീനാക്ഷി ടെമ്പിളിന്. അപ്പോൾ ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും വന്ന് നോക്കുക. അത് ഒന്ന് എന്താ പറയുക, ഫീൽ ചെയ്യുക അവിടുത്തെ ഒരു പോസിറ്റീവ് വൈബും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് നമ്മുടെ വ്ളോഗ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി വലുതാക്കുക. പിന്നെ ഇതേപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.